എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ഫസ്റ്റ് വീക്കിലുള്ള എക്സസൈസ് ആൻഡ് ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സസൈസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 2 ടാസ്ക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു വീക്കിലുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ 7 ഡേയ്സും റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 2 ടാസ്ക്കാണ് നമ്മൾ പ്രധാനമായിട്ട് എക്സസൈസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പതിയെ മാത്രമേ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് ആദ്യത്തെ ദിവസം ഒരു 10 മിനിറ്റ്, അത് രാവിലെ ആവാം വൈകിട്ടാവാം, 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ 10 മിനിറ്റ് എക്സസൈസ് ചെയ്തു, അതോടൊപ്പം വൈകിട്ടും ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ 5 മിനിറ്റ് വീണ്ടും കൂട്ടിയിട്ട് 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുകയാണ് രാവിലെ, വൈകിട്ടും 15 മിനിറ്റ്. ഇതേപോലെ 5 മിനിറ്റ് കൂട്ടി ഡെയിലി കൊണ്ടുവരിക. അതായത് നമ്മുടെ ലക്ഷ്യം ആ ഒരു വീക്കിന്റെ എൻഡ് ആവുമ്പോഴേക്കും രാവിലെ ഒരു 30 മിനിറ്റും വൈകിട്ട് ഒരു 30 മിനിറ്റും എക്സസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, ഇനി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ എന്നുള്ള രീതിയിലേക്ക് പോകണ്ട. പകരം നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേ തന്നെ ഒരു 30 മിനിറ്റ്സ് രാവിലെയും 30 മിനിറ്റ്സ് വൈകിട്ടും എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഏത് തരത്തിലുള്ള എക്സസൈസ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്നത്, ആ ഒരു രീതിയിലുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് വാക്കിംഗ് ആകാം, യോഗ ആവാം, ഇനി സൂംബ ഡാൻസ് ആവാം, മറ്റ് സൈക്ലിംഗ് ആവാം, അങ്ങനെ ജിമ്മിൽ പോലാവാം. ഏത് തരത്തിലുള്ള എക്സസൈസും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രിഫർ ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് സൂംബ ഡാൻസ് ആണ്. കുറച്ചും കൂടി എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സൂംബ ഡാൻസ് ചെയ്യണമെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് ഫോളോ ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് എക്സസൈസിനെ കുറിച്ച് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത്. അടുത്തത് ഡയറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീക്കിൽ നമ്മുടെ ഡയറ്റിന് വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനും പ്രത്യേക മാറ്റങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. പകരം നമ്മൾ 7 ഡേയ്സുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ 2 കാറ്റഗറി ആയിട്ട് മാറ്റുന്നു. അതായത് ഒരു 4 ഡേയ്സുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് 3 ഡേയ്സുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആദ്യത്തെ 4 ഡേയ്സിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ആദ്യത്തെ എന്നില്ല, അതിലേതെങ്കിലും 4 ഡേയ്സിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് അരി ആഹാരം കഴിക്കാം. അരി ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലായിട്ട് കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പിന്നെ പുട്ട്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്നു. 4 എണ്ണം കഴിക്കുന്ന ഇഡ്ഡലി 2 എണ്ണാക്കി ചുരുക്കുന്നു. ഓക്കെ, പിന്നെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വെച്ച് ഫില്ല് ചെയ്യണം. അപ്പൊ പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഡയറ്റിങ്ങിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് റോബസ്റ്റ പഴം, ചെറുപഴം, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ക്യാരറ്റ്, കക്കിരി, ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ബാക്കി നമ്മൾ കഴിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള നമ്മളെ വയറ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് 4 ദിവസത്തെ കാര്യം കേട്ടോ. പിന്നെ ബാക്കിയുള്ള 3 ദിവസം ഉണ്ടല്ലോ, ആ 3 ദിവസം നമ്മൾ ചെയ്യുന്നത് പൾസസ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനായിട്ട് ചെറുപയർ പുഴുങ്ങിയെടുക്കാം, കടല പുഴുങ്ങാം, വൻപയർ എടുക്കാം, അതുപോലെ മുതിര എടുക്കാം. ഇതിലേതെങ്കിലും പുഴുങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് കൂടെ ഇതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും സാലഡുകളും നമുക്ക് യൂസ് ചെയ്യാം, നമ്മളെ വിശപ്പ് മാറുന്നവരെ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ചായ കുടിക്കുന്ന കാര്യം, ചായ നിങ്ങൾക്ക് കുടിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മധുരം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കട്ടൻ ചായ, കട്ടൻ കാപ്പിയാണ്. പിന്നെ പാലൊഴിച്ച് തന്നെ കുടിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പാലൊഴിച്ച് കുടിക്കാം, പക്ഷെ മധുരം ഇല്ലാതെ കഴിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് സ്നാക്സ് ആണ് അല്ലെ. സ്നാക്സ് എന്ന് പറയുമ്പോൾ 11 മണിക്ക് നമ്മൾ കഴിക്കുന്നത്, 11 മണിയും 4 മണിയും. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പറയാം. ഇതിനായിട്ട് നമുക്ക് പല സാധനങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്നാക്സ് കഴിക്കാം കേട്ടോ ശരിക്കും. പക്ഷേ മധുര പലഹാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ ബേക്കറി സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ്, പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ എന്ത് ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പിടി നിലക്കടല ഉപയോഗിക്കാം. പിന്നെ നട്ട്സ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്, ഇത് ഏതെങ്കിലുമോ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 എണ്ണം ഉപയോഗിക്കാം. ഓക്കെ,
പിന്നെ അതുപോലെ ചെറുപഴം ഉപയോഗിക്കാം, റോബസ്റ്റ പഴം ഉപയോഗിക്കാം. പിന്നെ ഇപ്പം നമുക്ക് കോണിന്റെ സീസൺ ആണ്, സ്വീറ്റ് കോൺ ഒക്കെ നന്നായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ട് ഒരു ചെറിയൊരു പീസ് നമുക്ക് കഴിക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്നാക്സ് കഴിക്കാം കേട്ടോ. അതേപോലെ 11 മണിക്കും 4 മണിക്കും ഒക്കെ ചായ നിർബന്ധമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒക്കെ നമുക്ക് മധുരം ഇടാതെ കഴിക്കാം. ഓക്കെ, ഇനി അടുത്തത് ലഞ്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ലഞ്ചാണ്. ലഞ്ചിന് നമുക്ക് ചോറ് തന്നെ കഴിക്കാം. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് ആക്കി മാറ്റാം. കുത്തരിച്ചോറ് അല്ലെങ്കിൽ നമ്മൾ തവിടുള്ള അരി ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടി പോഷകമൂല്യം കൂടിയ സാധനമായതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു റൈസ് നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ. വളരെ കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ വിശന്നിരിക്കാന്നല്ല അർത്ഥം. റൈസിന്റെ എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ സൈഡ് ഡിഷസിന്റെ ഒരു എമൗണ്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കണം. സൈഡ് ഡിഷ് നമുക്ക് ഉപ്പേരി ആവാം. ഉപ്പേരിയൊക്കെ വളരെ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്, പക്ഷെ കൂടുതൽ ഉപ്പേരി എടുക്കാം. അതുപോലെ കറിയിലുള്ള കഷ്ണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. അവിയൽ പോലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സാലഡുകൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. നമുക്ക് കക്കിരി, ക്യാരറ്റ് പോലുള്ള സാലഡുകൾ നമ്മൾ വയറ് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമാണ് പ്രോട്ടീൻ അല്ലെ. അപ്പൊ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ആണെങ്കിൽ കറി വെച്ച ചിക്കൻ ഒരു 2-3 പീസ് ഉപയോഗിക്കാം. അതുപോലെ മീനും കറി വെച്ചിട്ട് ഉപയോഗിക്കാം, 2-3 പീസ് ഉപയോഗിക്കാം. മുട്ട ഒരെണ്ണം ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോട്ടീനും ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഡിന്നർ. അപ്പൊ ഡിന്നറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യമാണ് 7 മണിക്ക് തന്നെ അല്ലെങ്കിൽ 7 മണിക്കുള്ളിൽ ഡിന്നർ ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഡിന്നറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിന്നർ ലൈറ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളത്. ഒന്ന് നേരത്തെ കഴിക്കാം, രണ്ടാമത്തത് ലൈറ്റ് ആയിട്ട് കഴിക്കാം. ഈ ലൈറ്റ് ആയിട്ട് കഴിക്കുമ്പം അരി ആഹാരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിന്നറിന് ഒഴിവാക്കാൻ പോവാണ് കേട്ടോ. അരി ആഹാരം എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട, കാരണം ചപ്പാത്തി ഓക്കെ ആണ് കേട്ടോ. ചപ്പാത്തി ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറ്റിങ്ങിലേക്ക് കടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് തൽക്കാലം ചപ്പാത്തി എന്നുള്ള ഓപ്ഷൻ നമ്മൾ വെച്ചത്. ചപ്പാത്തി നമുക്ക് കഴിക്കാം. അതുപോലെ റാഗി കൊണ്ടുള്ള ദോശയോ പത്തിരി ആയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഓട്സ് കഴിക്കാം. ഇനി അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം. വെജിറ്റബിൾ സാലഡ്സ് ഇഷ്ടംപോലെ അടിപൊളി സാലഡുകൾ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് രാത്രി കഴിച്ചിട്ട് നമ്മളെ വയറ് ഫില്ല് ചെയ്യാം. എന്തായാലും നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈവനിങ് ഒരു 4 o'clock ഉള്ള ഒരു സ്നാക്സ് നമ്മൾ മിസ് ചെയ്യണ്ട. അപ്പോൾ അതും കൂടി മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ കഴിക്കാൻ ഭയങ്കര ഒരു ടെൻഡൻസി ആയിരിക്കും, കാരണം നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് അത്യാവശ്യം ഒന്ന് വയറ് ഫില്ല് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ഡിന്നർ ലൈറ്റ് ആക്കി പിടിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീക്കിലുള്ള എക്സസൈസ് ആൻഡ് ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പ്ലാനിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഇതൊരു ജനറൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ മുതലാണ് നമ്മളെ ഡയറ്റിംഗ് അല്ലെങ്കിൽ നമ്മളെ ഈ 12 kg വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. മനസ്സിൽ ഒരു കാര്യം മാത്രം കരുതുക, നമ്മൾ എന്ത് സ്കിപ്പ് ചെയ്താലും നമ്മൾ എക്സസൈസ് സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം ഡയറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി മധുരമൊക്കെ കഴിക്കേണ്ടി വരും അല്ലെ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ എക്സസൈസിന്റെ റുട്ടീന് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നാളത്തെ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നമസ്കാരം.